നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. പാകിസ്ഥാന് മുന്നറിയിപ്പും ഇന്ത്യക്ക് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ പ്രദേശം ഒരു രാജ്യത്തിനുമെതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തബി. അഫ്ഗാനെതിരെ വിമർശനവുമായി പാകിസ്ഥാൻ. അഫ്ഗാൻ 1-ാം നമ്പർ ശത്രുവെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. പാകിസ്ഥാൻ നൽകിയ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ടും തങ്ങളോട് കൂറില്ല എന്ന് പരാമർശം. പാക് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. 6 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് നൽകണം. ആരും മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറരുത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശലിൽ തിരിമറി നടന്നെന്നും കോടതി. കാണാതായത് 475 ഗ്രാം സ്വർണം. യോഗദണ്ഡിൽ സ്വർണം പൂശിയതിലും ക്രമക്കേട്. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും കുറ്റവാളികൾ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നും മുഖ്യമന്ത്രി. DGPക്ക് ദേവസ്വം ബോർഡ് പരാതി നൽകുമെന്ന് മന്ത്രി VN വാസവൻ. കോടതിയുടെ കണ്ടെത്തൽ ഗുരുതരമെന്ന് VD സതീശൻ. CBI അന്വേഷണം വേണമെന്ന് BJP. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് DGP. കേരളത്തിന്റെ കടമെടുപ്പ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കേരളം. മുണ്ടക്കൈ എയിംസ് ദേശീയപാതാ വിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചത് കാരണമൊന്നും ചൂണ്ടിക്കാണിക്കാതെയെന്ന് സംസ്ഥാന സർക്കാർ. യാത്രയ്ക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി. മുനമ്പം ഭൂമിയിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാന സർക്കാർ നിയമിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നടപടി സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF LDF മാർച്ചിനിടെ സംഘർഷം. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഷാഫി പറമ്പിൽ, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. CKG കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകരെ ശാന്തരാക്കുന്നതിനിടെയാണ് MPക്ക് നേരെയുള്ള പോലീസ് അതിക്രമം. നാളെ രാവിലെ 9:30-ക്ക് IG ഓഫീസിന് മുൻപിൽ UDF പ്രതിഷേധം നടത്തും. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങള് സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനേഷ് ചേരുകയാണ്. വിനേഷ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾക്ക് മർദ്ദനം ഏറ്റിരിക്കുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വൈകിട്ടാണ് സംഭവം. അതായത് ഇന്നലെ നടന്ന കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതായത് പേരാമ്പ്രയിലെ CKG കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിനിടെ അവിടെ റീപോളിംഗ് ഉൾപ്പെടെ നടത്തേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനിടയിൽ അവിടെ ചെയർമാൻ സ്ഥാനത്തേക്ക് KSU സ്ഥാനാർത്ഥി ജയിച്ചിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. KSU സ്ഥാനാർത്ഥി ജയിച്ചതോടുകൂടി SFI ആണ് ആക്രമണം അഴിച്ചുവിട്ട് എന്നാണ് KSU പ്രവർത്തകരും അതേപോലെ തന്നെ UDSF ആരോപിക്കുന്നത്. അതേസമയം ഈ സ്ഥാനാർത്ഥി ജയിച്ചതിന് തൊട്ടു പിന്നാലെ UDSF പ്രവർത്തകരാണ് ആക്രമണത്തിലേക്ക് കടന്നത് എന്ന് SFIയും ആരോപിച്ചു. തുടർന്ന് ഈ അവിടെ വലിയ സംഘർഷമുണ്ടാവുകയും പോലീസ് ഇരു വിഭാഗങ്ങളെയും ശാന്തരാക്കി മടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് സ്ഥലത്ത്
ഹർത്താലായിരുന്നു. പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താലിനിടെ ഒറ്റപ്പെട്ട ചില സംഘർഷങ്ങളും സംഭവങ്ങളും ഉണ്ടായി. എന്നാൽ അതിനുശേഷം ഹർത്താലിന് ശേഷം വൈകുന്നേരത്തോടുകൂടി LDFും UDFും പേരാമ്പ്രയിൽ പ്രകടനം നടത്തുന്നു. ഇതിൽ UDFന്റെയും LDFന്റെയും പ്രകടനം മുഖാമുഖം എത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം നിലവിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇരു കൂട്ടരും മുഖാമുഖം എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അക്രമത്തിൽ കലാശിക്കുമെന്നും മുൻകൂട്ടി കണ്ട പോലീസ് തടയുകയായിരുന്നു UDF പ്രവർത്തകരെയും UDF പ്രവർത്തകരെ തടഞ്ഞതോടുകൂടി UDF പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശിയതിന് പിന്നാലെ പോലീസ് ടിയർ ഗ്യാസും അതുപോലെ തന്നെ ഗ്രനേഡും പ്രയോഗിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഈ ഗ്രനേഡ് പ്രയോഗത്തിനിടയിലും ഗ്രനേഡോ അല്ലെങ്കിൽ ടിയർ ഗ്യാസോ വന്ന് പൊട്ടിയതിനെ തുടർന്നാണ് ഷാഫി പറമ്പിൽ MLAക്കും അതുപോലെ തന്നെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് KSU പ്രസിഡന്റായ KT സൂരജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ സാരമുള്ള പരിക്കുകളല്ല. ചെറിയ ഷാഫി പറമ്പിലിന്റെ മൂക്കിൽ നിന്നാണ് രക്തം വരുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമാണ്. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം. ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ ADGPക്ക് നിർദ്ദേശം നൽകണമെന്ന് DGPക്ക് നിർദ്ദേശം. അന്വേഷണ സംഘം വിപുലീകരിക്കാനും 6 ആഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു. രേഖകൾ ഹൈക്കോടതി രജിസ്ട്രാറുടെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും. അന്വേഷണ കാലയളവിൽ കുറ്റാരോപിതർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറരുതെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരും. അയ്യപ്പ സംഗമം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഉൾപ്പെടെ ഇതിന് പിന്നിൽ ഉണ്ടാകാമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാതായ സ്വർണ്ണപീഠം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അയ്യപ്പ സംഗമം നടക്കരുതെന്ന് വിചാരിച്ച ആളുകൾ ഇതിന് പിന്നിൽ ഉണ്ടാകാമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. ശബരിമല വിഷയത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും സർക്കാരും ഒരേ ദിശയിലാണ് മുന്നോട്ടു പോകുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തുനിന്ന് സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരുമെന്നും എന്താണോ ക്രമക്കേടുണ്ടായത് അതേ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങളും വിവാദങ്ങളും ശക്തമായി ദിവസങ്ങൾക്കു ശേഷമാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാട് വന്നിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിന് പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷ നേതാക്കൾ. കോടതിയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണെന്നും പോലീസ് അന്വേഷണത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് കൂടിയാണ് കൊള്ള നടന്നത് എന്ന് BJP ആരോപിക്കുമ്പോൾ ഹൈക്കോടതി വിധിയും നിലപാടും സ്വാഗതാർഹമെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചു. അതേസമയം ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഹൈക്കോടതി ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുമ്പോൾ അതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത്, നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം സംസ്ഥാന പോലീസ് ഇത് അന്വേഷിക്കുമ്പോൾ കേരള ഗവൺമെന്റും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുമോ എന്നുള്ളൊരു ഭീതി അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട്. ഹൈക്കോടതി വിധിയും നിലപാടും സ്വാഗതാർഹമെന്നും സർക്കാരിനും ഹൈക്കോടതിക്കും ഒരേ നിലപാടാണ് ഈ വിഷയത്തിലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണപ്പാളി മോഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് കൂടിയാണ് നടന്നതെന്നും N വാസു ദേവസ്വത്തിലെത്തിയത് മുഖ്യമന്ത്രിയുടെ നോമിനിയായാണ് എന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ആരോപിച്ചു.
എൻ വാസു ദേവസ്വം ബോർഡ് മെമ്പറായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നോമിനി ആയിട്ടാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയാണ് എൻ വാസു സംസാരിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിലോ ബോർഡ് തലത്തിലോ ഏതെങ്കിലും ഗൂഢാലോചനകൾ തന്റെ കാലത്താണ് നടന്നത് എങ്കിൽ പോലും നടപടിയെടുക്കണമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആരോപിച്ചു. ഉദ്യോഗസ്ഥ തലത്തിലോ ബോർഡ് തലത്തിലോ എന്തെങ്കിലും ഗൂഢാലോചനകൾ ഇപ്പൊ എന്റെ കാലത്താണെങ്കിൽ പോലും നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണം, അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ശബരിമലയിൽ നടന്നത് സർക്കാർ സ്പോൺസേഡ് കൊള്ളയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ സർക്കാരിനെ മോശമായി കാണിക്കാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ കാര്യങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവരുന്നതാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. അതേസമയം ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇത് സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. കാരണമൊന്നും ചൂണ്ടിക്കാണിക്കാതെയാണ് അനുമതി തള്ളിയത്. 16-ന് ബഹ്റിനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം. ഈ മാസം വിവിധ ഘട്ടങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു. വിദേശയാത്രയ്ക്ക് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം വെനസ്വേല പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയ്ക്ക്. വെനസ്വേലയിലെ ജനാധിപത്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനാണ് പുരസ്കാരം. സമാധാനത്തിനുള്ള നൊബേൽ ലഭിക്കുന്ന 20ാമത് വനിതയാണ് മരിയ. അതേസമയം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിമർശനവുമായി വൈറ്റ് ഹൗസ്. നൊബേൽ സമിതി സമാധാനത്തിനേക്കാളും രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നതും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതും ജീവൻ രക്ഷിക്കുന്നതും തുടരുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി. ഒരു മനുഷ്യസ്നേഹിയുടെ ഹൃദയമാണ് ട്രംപിനെന്നും തന്റെ ഇച്ഛാശക്തിയാൽ പർവ്വതങ്ങളെപ്പോലും ട്രംപിന് ചലിപ്പിക്കാനാകുമെന്നും വൈറ്റ് ഹൗസ് പറഞ്ഞു. പാകിസ്ഥാന് മുന്നറിയിപ്പും ഇന്ത്യക്ക് പിന്തുണയുമായി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ പ്രദേശം ഒരു രാജ്യത്തിനും എതിരായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തബി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. 6 ദിവസത്തെ സന്ദർശനത്തിനായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക സഹായം ഉൾപ്പെടെ സംസ്ഥാനം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എയിംസ് കോഴിക്കോട് കിനാലൂരിൽ വേണമെന്ന് മാത്രമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ജീവൽ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രത്തിൽ നിന്ന് പരിഗണന ലഭിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ, ആരോഗ്യമന്ത്രി JP നദ്ദ, ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു. കടമെടുപ്പ് പരിധി, വയനാട് പുനരധിവാസം, എയിംസ്, ജെറിയാട്രിക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയപാത വികസനം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ധരിപ്പിച്ചു. വിഷയത്തിൽ അനുഭാവപൂർവ്വം ഇടപെടാമെന്ന് പ്രധാനമന്ത്രി സംസ്ഥാനത്തിന്റെ ജീവൽ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിൽ ലഭിച്ചില്ല എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിന്റെ ഗൗരവം വിശദീകരിക്കുകയും ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രതികരണം ആരോഗ്യകരമായിരുന്നു, അനുഭാവത്തോടെയുള്ളതുമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമി കണ്ടെത്തിയ കാര്യവും നടപടികൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന കാര്യവും ആരോഗ്യമന്ത്രി JP നദ്ദയെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മറ്റൊരു സ്ഥലവും സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വേണമെന്നതൊരു പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല. കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത്. ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ
നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത്. ദേശീയപാത സ്ഥലമെടുപ്പിന് 25% തുക സംസ്ഥാന സർക്കാർ വഹിച്ചതിനാൽ അധിക കണക്കെടുപ്പ് അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഉടൻ കേരളത്തിലെത്തും. വയനാട് സാമ്പത്തിക സഹായത്തിൽ പുനഃപരിശോധന വേണമെന്ന് അമിത്ഷായോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തീരദേശ സുരക്ഷയ്ക്കായി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കമ്പനി സംസ്ഥാനത്തെത്തും. മറൈൻ ബറ്റാലിയനായി ഇത് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കൂടിക്കാഴ്ച വിജയമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ജീവൽ പ്രശ്നങ്ങളിൽ വലിയ പരിഗണന ലഭിച്ചില്ല എന്ന വസ്തുത മുഖ്യമന്ത്രി മറച്ചുവെച്ചിട്ടില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാട്ടാക്കട കിള്ളി സ്വദേശിനി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇന്നലെയാണ് സുമയ്യയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മേജർ ശസ്ത്രക്രിയ നടത്തി ഗൈഡ് വയർ പുറത്തെടുക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെയാണ് ശസ്ത്രക്രിയയ്ക്കായി സുമയ്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ കീഹോൾ ശസ്ത്രക്രിയ വഴി ഗൈഡ് വയർ പുറത്തെടുക്കാൻ 2 തവണ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കീഹോൾ ശസ്ത്രക്രിയ ഇനി തുടരുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാടിലാണ് ഡോക്ടർമാർ ഉള്ളത്. 70 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയറാണ് 2.5 വർഷമായി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത്. വയറിനു താഴെ നിന്ന് കഴുത്തുവരെ നീളുന്ന ഞരമ്പിനുള്ളിലാണ് ഗൈഡ് വയർ ഉള്ളത്. ഗൈഡ് വയറിന്റെ ഭാഗങ്ങൾ ഞരമ്പുമായി ഒട്ടിച്ചേർന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇത് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ സുമയ്യയ്ക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേജർ സർജറിയിലൂടെ മാത്രമേ ഇനി ഗൈഡ് വയർ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സർജറിക്ക് ശ്രമിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. സുമയ്യ നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിടും. 2023 മാർച്ച് 22 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ വയർ കുടുങ്ങിയത്. ഡോക്ടർക്ക് ഗുരുതര പിഴവ് സംഭവിച്ചെന്ന് ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിലവിൽ സുമയ്യയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ഉത്തരവ്. മുനമ്പത്തെ സാധാരണ ജനങ്ങൾ വർഷങ്ങളായി താമസിക്കുന്ന ഭൂമി വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന മുൻസിഫ് കോടതി ഉത്തരവ് നിലവിലുള്ളതാണ് മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിച്ചത്. പ്രശ്നം പഠിക്കാൻ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചു. മുൻസിഫ് കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച വഖഫ് സംരക്ഷണ സമിതി സിംഗിൾ ബെഞ്ചിൽ നിന്നും അനുകൂല ഉത്തരവ് നേടി. വഖഫ് ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് നിയമനം തടഞ്ഞത്. ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹർജിയിലാണ് കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ജുഡീഷ്യൽ കമ്മീഷന് വിഷയം പഠിക്കുവാനും സർക്കാരിന് റിപ്പോർട്ട് നൽകുവാനും മാത്രമാണ് അധികാരമുള്ളതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് കമ്മീഷൻ നിയമനം കോടതി ശരിവെച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. മുനമ്പം കമ്മീഷന് തുടരാമെന്ന് വ്യക്തമാക്കിയുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മുനമ്പം വിഷയത്തിലെ അന്തിമ വിധിയാണെന്ന് മുനമ്പം കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫ് ആണോ അല്ലയോ എന്നതായിരുന്നു വിഷയം. ഭൂമി വഖഫ് അല്ലെന്ന കോടതി നിരീക്ഷണം സുപ്രധാനമാണ്. മെയ് 30 മുൻപായി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫിന്റേതാണോ അല്ലയോ എന്നതായിരുന്നു പ്രധാനമായും തെളിയേണ്ടിയിരുന്നത്. ഭൂമി വഖഫിന്റേതല്ലെന്ന കോടതിയുടെ കണ്ടെത്തൽ നിർണായകമാണ്. സിംഗിൾ ബെഞ്ച് പരിഗണിച്ചതിനേക്കാൾ വിശദമായി ഡിവിഷൻ ബെഞ്ച് വിഷയം പരിശോധിച്ചു. ഹൈക്കോടതി വിധി സുപ്രീം കോടതി കൂടി അംഗീകരിച്ചാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇനി മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. മുനമ്പം ഇഷ്യൂവിൻ്റെ ഒരു അന്തിമമായിട്ട് വിധിയാണ് ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. മുനമ്പത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മുനമ്പം പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു ഗിഫ്റ്റ് ഡീഡാണോ, ഇഷ്ടദാനമാണോ ഫറൂഖ് കോളേജിന് കൊടുത്തത്, അതേ ഒരു വഖഫ് ക്രിയേഷനാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സിംഗിൾ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ചുറ്റും ഇരിക്കും എല്ലാം. അതിലിപ്പം ആധികാരികമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടായതും ഈ മുനമ്പം കമ്മീഷൻ ഉണ്ടായതും. കോടതി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മുഴുവൻ പോയി എല്ലാ കാര്യങ്ങളും കോടതി കേട്ട് മനസ്സിലാക്കി കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയൊക്കെ മാറ്റർ ഗോട്ട് ഡിസൈഡഡ് ഓൺ മെറിറ്റ്. ഈ വിധി ശരിവെച്ചാൽ പിന്നെ മുനമ്പംകാർക്ക് ആരും ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ വിധിയുണ്ട് എല്ലാത്തിൻ്റെയും അവസാനം.
മുനമ്പം കമ്മീഷന് തുടരാമെന്ന താൽക്കാലികമായ ഉത്തരവ് ലഭിച്ചപ്പോൾ തന്നെ കമ്മീഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മെയ് 30-ന് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതായും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിൻ്റെ താൽക്കാലിക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകും, കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു. ഇനി ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും കമ്മീഷൻ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നോ റിപ്പോർട്ട് കൊടുക്കണമെന്നോ പറയുകയാണ് ചെയ്യാവുന്നല്ലാതെ ഗവൺമെൻറ് പറയണത് ചെയ്യല്ലാതെ ഇനി കമ്മീഷൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കോടതി അറിഞ്ഞിട്ടില്ലായിരിക്കും കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കൊടുത്ത കാര്യം. അതുകൊണ്ടാണ് കോടതി കമ്മീഷൻ പ്രവർത്തനം മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി വന്നതോടെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന അവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അതിനാലാണ് ഹൈക്കോടതിക്ക് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും CN രാമചന്ദ്രൻ നായർ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. മുനമ്പം ഭൂമി വിഷയത്തിലെ ഹൈക്കോടതി വിധി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. ആവശ്യമാണെങ്കിൽ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കും. 2019-ൽ വഖഫ് ആക്ട് പ്രകാരമാണ് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയത്. വഖഫ് ബോർഡ് ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ല എന്നും വഖഫ് ബോർഡ് ചെയർമാൻ മലപ്പുറത്ത് പറഞ്ഞു. അത് അതിനകത്തുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല. അത് നിയമപരമായ ശരിയാണെങ്കിൽ അത് ശരി, അത് നിയമപരമായി ശരിയില്ല എന്നുണ്ടെങ്കിൽ നിയമം നമുക്ക് അനുവദിച്ച് വന്നിട്ടുള്ള നടപടികളുണ്ട്. അത് ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം നമ്മൾ പരിശോധിക്കും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 3ാമത്തെ റൺവേയും പുതിയ എയർ ട്രാഫിക് കൺട്രോൾ ടവറും ഈ മാസം 30 മുതൽ തുറന്ന് പ്രവർത്തിക്കും. ഇതോടൊപ്പം കുവൈറ്റ് വിമാനത്താവളത്തിൽ നിരവധി പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്ലാനിംഗ് ആൻഡ് പ്രോജക്ട്സ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സാദ് അൽ ഒതൈബി അറിയിച്ചു. വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ ഏറ്റവും സുപ്രധാനമായ ഘട്ടമാണ് 3ാം റൺവേയുടെ നിർമ്മാണത്തിലൂടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. 4.4 കിലോമീറ്റർ നീളമുള്ള റൺവേ രൂപകൽപ്പനയുടെയും സാങ്കേതിക നിലവാരത്തിന്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. തുടർച്ചയായ 4 വർഷത്തെ പരിശ്രമങ്ങളുടെ ഫലമായാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണം സാധ്യമാക്കിയതെന്നും ഒതൈബി പറഞ്ഞു. യൂബറിന്റെ സഹസ്ഥാപനമായ ട്രാവിസ് കലാനിക്കും റെഡ് സീ ഗ്ലോബൽ ഗ്രൂപ്പ് CEO ജോൺ പഗാനോയ്ക്കും സൗദി പൗരത്വം അനുവദിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അനുമതി നൽകി. സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന അധിക മൂല്യം കണക്കിലെടുത്ത് മനുഷ്യ മൂലധനത്തിൽ നിക്ഷേപങ്ങൾ നടത്താനും വിശിഷ്ട വ്യക്തികളെയും സർഗപ്രതിഭകളെയും ആകർഷിക്കാനുമുള്ള അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന സൗദി വിഷൻ 2030 അനുസൃതമായി മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സംരംഭകർ എന്നിവരിൽ സൗദി അറേബ്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാവിസ് കലാനിക്കും ജോൺ പഗാനോയ്ക്കും സൗദി പൗരത്വം സമ്മാനിച്ചത്. ഈ വർഷം 3ാം പാദത്തിൽ വിദേശ രാജ്യങ്ങളിലുള്ള സൗദി എംബസികളും കോൺസുലേറ്റുകളും 50 ലക്ഷത്തിലേറെ വിസകൾ അനുവദിച്ചതായി സൗദി വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. പ്രതിദിനം 55,000 വിസകളും മിനിറ്റിൽ 39 വിസകളും ഓരോ 1.5 സെക്കൻഡിലും ഒരു വിസ തോതിലും 2ാം പാദത്തിൽ അനുവദിച്ചു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ സൗദി എംബസികളും കോൺസുലേറ്റുകളും ഏറ്റവും കൂടുതൽ അനുവദിച്ചത് ഉംറ വിസകളാണ്. 3 മാസത്തിനിടെ 32,76,751 ഉംറ വിസകൾ അനുവദിച്ചു. 3ാം പാദത്തിൽ അനുവദിച്ച ആകെ വിസകളിൽ 65% ഉംറ വിസകളാണ്. ടൂറിസ്റ്റ് വിസകളാണ് 2ാം സ്ഥാനത്ത്. 5,90,714 ടൂറിസ്റ്റ് വിസകൾ 3 മാസത്തിനിടെ അനുവദിച്ചു. 5,12,701 കുടുംബ സന്ദർശന വിസകളും 84,469 ഈ വിസകളും ഇക്കാലയളവിൽ അനുവദിച്ചു. കുവൈറ്റിൽ പ്രവാസികളുടെ പാർപ്പിട വാടക കരാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇതിനാവശ്യമായ രേഖകളും സംബന്ധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തിരിച്ചറിയൽ രേഖകളുടെ കൃത്യതയും ഭവന സിവിൽ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായുമാണ് പുതിയ നീക്കം. ഒരാൾ പുതിയ താമസ സ്ഥലത്തേക്ക് മാറുമ്പോഴും പാസി രേഖകളിൽ അയാളുടെ പുതിയ മേൽവിലാസം അപ്ഡേറ്റ് ചെയ്യുവാനും വാടകക്കാരന്റെ പേരിലുള്ള സാധുവായ താമസ വാടക കരാർ ഉണ്ടായിരിക്കണം. വാടക കരാർ ഇണയുടെ പേരിലാണ് ഉള്ളതെങ്കിൽ പോലും ആശ്രിത വിസയിലുള്ള ഇവരുടെ കുട്ടികളെയും ഈ ഫയലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. വസ്തുവിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അല്ലെങ്കിൽ വാടകക്കാരന്റെയോ അവരുടെ
നിയമപരമായ പ്രതിനിധിയുടെയോ പേരിൽ ഇഷ്യൂ ചെയ്ത ഏറ്റവും ഒടുവിലത്തെ മാസത്തെ വൈദ്യുതി ബിൽ, അപേക്ഷയിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും സത്യവും ആധികാരികവുമായിരിക്കണമെന്ന സത്യവാങ്മൂലം, സ്ഥിരീകരണത്തിനായി വാടകക്കാരന്റെ സാധുവായ പാസ്പോർട്ടിന്റെ ഒരു പകർപ്പ് എന്നിവ ഉണ്ടായിരിക്കണം. കുവൈറ്റിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ ഭാരതീയ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ 11ാമത് നവരാത്രി സംഗീതോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. നവംബർ 7 മുതൽ രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ സാൽമിയ ഇന്ത്യൻ സ്കൂൾ ഓഫ് എക്സലൻസിലാണ് സംഗീതോത്സവം അരങ്ങേറുന്നത്. സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഈ മാസം 15-ന് അവസാനിക്കും. നവംബർ 7-ന് രാവിലെ കുവൈറ്റിലെ പ്രമുഖ സംഗീതജ്ഞരും സംഗീത അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചരത്ന കൃതികളുടെ ആലാപനത്തോടു കൂടി സംഗീതോത്സവം ആരംഭിക്കും. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 റൺസ് എന്ന നിലയിലാണ്. സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാളിന്റെയും 87 റൺസ് എടുത്ത സായി സുദർശന്റെയും പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത്. 173 റൺസുമായി ജയ്സ്വാളും 20 റൺസുമായി ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ഇന്നിംഗ്സ് ജയം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. 2ാം ടെസ്റ്റ് കൂടി ജയിച്ചാൽ സമ്പൂർണ്ണ ജയത്തോടെ പരമ്പര സ്വന്തമാക്കാം. രഞ്ജി ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. മുഹമ്മദ് അസറുദ്ദീനാണ് ടീമിന്റെ ക്യാപ്റ്റൻ. സഞ്ജു സാംസണെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാബ അപരാജിത്താണ് വൈസ് ക്യാപ്റ്റൻ. ഈ മാസം 15-നാണ് രഞ്ജി ട്രോഫിയുടെ പുതിയ സീസണ് തുടക്കമാകുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ എതിരാളികൾ. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.